മമ്മൂട്ടി നായകനായിട്ടുള്ള അർത്ഥം എന്ന സിനിമ. മമ്മൂട്ടിയോടൊപ്പം ജയറാമുണ്ട്, പാർവതിയുമാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. നല്ല ഇരുട്ടുള്ള സമയത്ത് നല്ല സുമുഖനും സുന്ദരനുമായിട്ടുള്ള ഒരു യുവാവ്, അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിന് മാറ്റ് കൂട്ടുവാനായിട്ട് അദ്ദേഹം ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വെള്ളയുമായിട്ട് വെള്ള ഷർട്ടും വെള്ള പാൻറ്റും വെള്ള ഷൂവുമായിട്ട് വരുന്നു. നമ്മൾ ആദ്യം കാണുമ്പോൾ വിചാരിക്കുന്നത് റെയിൽവേ ഉദ്യോഗസ്ഥനായിരിക്കും, കാരണം റെയിൽവേ ട്രാക്കിലൂടെയാണ് അദ്ദേഹം നടന്നു വരുന്നത്. പിന്നീടാണ് നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ട് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു അവസ്ഥയോടെ നടക്കുന്നത്. അദ്ദേഹം മരിക്കുവാനായിട്ടാണ് വരുന്നത്. മരിക്കുവാനായിട്ടുള്ള കാരണം എന്ന് പറയുമ്പോൾ, ആത്മഹത്യ ചെയ്യുക എന്ന് പറയുമ്പോൾ ജീവിക്കാനുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ അവസ്ഥകളും കഴിഞ്ഞുമ്പോഴാണ് ഒരു ആത്മഹത്യ എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നത്. എന്നാൽ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അതിശയിപ്പിക്കുക എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അദ്ദേഹം നല്ല കുളിച്ച് സുന്ദരനായി സുമുഖനായി, പ്രത്യേകിച്ച് മമ്മൂട്ടിയും കൂടെ ആകുമ്പോൾ ആ കാണുന്ന ആ രൂപം, വളരെ മനോഹരമായിട്ടുള്ള ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, ഒരസുഖങ്ങളും ഇല്ലാത്ത ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന് മരിക്കുവാനായിട്ട് ഒരു കാരണമില്ല. അദ്ദേഹം പറയുന്നത് തന്നെ ഇത്രയും നാളും ജീവിച്ചു, 30 വയസ്സായി, ഇത്രയും വർഷം ജീവിക്കാൻ കിട്ടിയത് തന്നെ വളരെയധികം സന്തോഷം. ഇനിയും ജീവിക്കുവാനായിട്ടൊരു താല്പര്യവുമില്ല. ജീവിച്ചു കൊതി തീർന്നു, അത്ര തന്നെ. മരിക്കുവാനായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങൾ, അസുഖങ്ങൾ അങ്ങനെയൊന്നും തന്നെ ഇല്ല. പല ജീവിത പ്രശ്നങ്ങൾ അതൊട്ടുമേ ഇല്ല. ഇത്രയും വർഷം തന്നെ ജീവിച്ചു, അത് തന്നെ അധികമായിപ്പോയി. മരിക്കാം, അതായത് ആത്മഹത്യ ചെയ്യാം. അതിനുവേണ്ടി അദ്ദേഹം റെയിൽവേ ട്രാക്കിലൂടെ നടന്നു വരുന്നു. അതിനി എങ്ങനെ മരിക്കണം? തല രണ്ടായിട്ടും പോയി കഴിഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ഭംഗി പോകും. അപ്പോൾ പിന്നെ എങ്ങനെ ആയിരിക്കണം? അതിനുവേണ്ടി പ്രത്യേക രീതിയിൽ കിടന്നു നോക്കുന്നു, ഇരുന്ന് നോക്കുന്നു. ആ രാത്രിയുടെ നിഗൂഢമായ ഇരുളിൽ ആരും കാണാതിരിക്കുന്ന ഒരു സ്ഥാനത്ത് തന്നെയാണ് ഇദ്ദേഹം വന്ന് കിടക്കുന്നത്. മരിക്കാനായിട്ടുള്ള പ്രത്യേക പൊസിഷൻ തീരുമാനിച്ചതിന് ശേഷം നല്ലൊരു കിടപ്പ് പാസ്സാക്കിയതിന് ശേഷം അദ്ദേഹം ട്രെയിൻ വരുന്ന ശബ്ദം കേട്ടുകൊണ്ട് ആ ഭാഗത്തേക്ക് നോക്കുമ്പോഴാണ് അവിടെ ദൂരെയായിട്ട് വേറൊരാൾ മരിക്കുവാനായിട്ട് കിടക്കുന്നത്. ഉടൻ തന്നെ ഈ കാഴ്ച കാണുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം ജയറാമിൻ്റെ കഥാപാത്രത്തെ രക്ഷിക്കുന്നതും താൻ എന്തിനു മരിക്കുവാനായിട്ട് വന്നു എന്നാണ് ചോദിക്കുന്നത്. താൻ ഒരാളെ കൊന്നിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ, എന്നാൽ താൻ ആ കുറ്റം ഏറ്റെടുക്കാം, താൻ ഇനിയും ജീവിക്കുവാനായിട്ട് ആഗ്രഹമുള്ള വ്യക്തിയല്ലേ എന്ന് പറയുന്നിടത്താണ് ആ സിനിമയുടെ കഥ തുടങ്ങുന്നത് തന്നെ. അർത്ഥം എന്ന മൂവിയുടെ കഥയുടെ തുടക്കം ഇങ്ങനെയാണ്.